തൃശ്ശൂര് ഞാനൊരു ഒരു വിവാഹത്തോടുള്ള ബന്ധത്തിൽ കടന്നുപോയപ്പോൾ തൃശ്ശൂരുള്ള സഹോദരന്മാർ എൻ്റെ അടുക്കൽ ഒരു പത്രവുമായിട്ട് വരികയാണ്. മാതൃഭൂമിയാണ്. 2006 ജാനുവരി 8 ഞായറാഴ്ചത്തെ വാരാന്ത്യ പതിപ്പാണ് അവരുടെ കയ്യിലിരിക്കുന്നത്. ഈ പത്രം എൻ്റെ കയ്യിൽ തന്നിട്ട് അവരെന്നോട് പറഞ്ഞു, ബ്രദറെ, ഇതോടുള്ള ബന്ധത്തിൽ ഒരു മീറ്റിംഗ് നടത്തണം എന്ന് എന്നോട് ആവശ്യപ്പെട്ടു. അങ്ങനെ ഒരു മീറ്റിംഗ് നടത്തി, വലിയ ഒരു പബ്ലിക് മീറ്റിംഗ് നടത്തി. എന്നാൽ ആ പത്രം എൻ്റെ കയ്യിൽ തന്നതിന്റെ കാരണം എന്നാന്ന് ചോദിച്ചാൽ, ഈ മാതൃഭൂമി വാരാന്ത്യ പതിപ്പിൽ ഒരു വലിയ തലക്കെട്ട്, മരണം ഒരു കവാടം. അതിന്റെ തലക്കെട്ട് മരണം ഒരു കവാടം. ആ മാതൃഭൂമിയുടെ ഒരു പേപ്പർ മുഴുവൻ മരണം ഒരു കവാടം എന്നതിനെ കുറിച്ച് ഒരു ആർട്ടിക്കിൾ എഴുതിയിരിക്കുന്ന വ്യക്തി ആരാണെന്നറിയാമോ? പരേതനായ ജസ്റ്റിസ് VR കൃഷ്ണയ്യറാണ്. ജസ്റ്റിസ് VR കൃഷ്ണയ്യർ. ഞാൻ വളരെ സസൂക്ഷ്മം അത് വായിച്ചു. വായിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം മാത്രം ഞാൻ ഓർപ്പിച്ചോട്ടെ. അദ്ദേഹം പറഞ്ഞ ആ സെന്റൻസ് ഞാൻ അതുപോലെ കുറിച്ചെടുത്തു. എന്നാൽ ഞാൻ കഴിഞ്ഞ 25 വർഷമായി നടത്തുന്ന വസ്തുനിഷ്ഠ പഠനത്തിന്റെയും അനുഭവങ്ങളുടെയും വെളിച്ചത്തിൽ ഉറപ്പിച്ചു പറയുന്നു, മരണം ഒരു മതിലല്ല, അഭൗമതലത്തിൽ മറ്റൊരു ലോകത്തിലേക്കുള്ള ആസ്തിത്വത്തിലേക്കുള്ള കവാടം മാത്രമാണ്. ഒരു ഹൈന്ദവനായ ജസ്റ്റിസ് VR കൃഷ്ണയ്യർ പറയുകയാണ്, മരണം കൊണ്ട് ജീവിതം അവസാനിക്കുകയല്ല, മരണം അഭൗമികമായ എന്ന് പറഞ്ഞാൽ അലൗകികമായ ഒരു പ്രതലത്തിലേക്കുള്ള പ്രവേശനത്തിന്റെ കവാടമാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. അദ്ദേഹം പറഞ്ഞത് ഓർക്കണം, 25 വർഷമായി താൻ നടത്തിയ പഠനത്തിന്റെയും അന്വേഷണത്തിന്റെയും അനുഭവത്തിന്റെയും ഫലമായിട്ടാണ് ഈ പ്രസ്താവന നടത്തിയത്. ഒരു പേജ് മുഴുവനാണ് ആർട്ടിക്കിൾ എഴുതിയിരിക്കുന്നത്. അതിലെ രസകരമായ പല കാര്യങ്ങൾ ഞാൻ വായിച്ചു. അദ്ദേഹം എഴുതിയിട്ടുണ്ട്, മരിച്ചുപോയ എൻ്റെ ഭാര്യയുമായിട്ട് ഞാൻ സംസാരിക്കാറുണ്ട്. ഞാൻ ആ വിഷയത്തോട് അനുബന്ധിച്ച് ചിന്തിക്കാം. മരിച്ചുപോയ എൻ്റെ ഭാര്യയോട് ഞാൻ സംസാരിക്കാറുണ്ട്. ഈ വിഷയങ്ങൾ വായിച്ചു കഴിഞ്ഞിട്ട് സൗന്മാരനെ മീറ്റിങ്ങിന് ക്ഷണിക്കുകയുണ്ടായി. ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഒരു മീറ്റിംഗ് നടക്കണം. എനിക്ക് തോന്നുന്നു ബീരങ്കി മൈതാനത്തിലാണ്. വളരെ അധികം വലിയ ഒരു മീറ്റിംഗ് അവർ ക്രമീകരിക്കുകയുണ്ടായി. ഞാൻ 2006 എന്നെ ക്ഷണിച്ച ശേഷം അധികം ഞാൻ ഈ വിഷയം ഇരുന്ന് ധ്യാനിക്കാനും പഠിക്കാനും വായിക്കാനും ശ്രദ്ധിക്കാനും ആരംഭിച്ചു. അങ്ങനെ വായിക്കുകയും പഠിക്കുകയും ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഈ മരണവും മരണാനന്തര ജീവിതം എന്ന വിഷയത്തെക്കുറിച്ച് ഒരു സീരീസ് ഓഫ് സ്റ്റഡീസ് ഞാൻ എടുക്കുകയുണ്ടായി. ഞാനിത് എടുത്തപ്പോൾ തന്നെ ഞാൻ മസ്കറ്റിൽ എന്നെ ക്ഷണിച്ചപ്പോൾ അവിടെ ഈ വിഷയം എടുത്തു. അവര് തന്നെ അത് ഒരു ബുക്കാക്കാൻ വേണ്ടി അവർ ശ്രമിച്ചു. ഞാൻ പറഞ്ഞു, വേണ്ട, ഞാനത് ചെയ്തു തരാമെന്ന് പറഞ്ഞ് ഞാൻ ഏതാണ്ട് കുറെ പേജുകൾ എഴുതി വെച്ചിട്ടുണ്ട്. ബാക്കിയുടെ എനിക്ക് എഴുതി പൂർത്തീകരിച്ചെങ്കിലേ സാധിക്കുകയുള്ളൂ. നമുക്ക് വിഷയത്തിലേക്ക് കടന്നു വരാം. മരണവും മരണാനന്തര ജീവിതവും. 2 വാക്യങ്ങൾ ഞാൻ ആരംഭത്തിൽ വായിക്കുകയാണ്. 2 ശമൂവേൽ chapter 14 verses 14. 2 ശമൂവേൽ 14 വാക്യം ആദ്യമായി ഞാൻ വായിക്കുന്നു. ഞാൻ അതിന്റെ പശ്ചാത്തലത്തിലേക്കൊന്നും പോകുന്നില്ല, കാരണം അത് അത്ര വിപുലമായിട്ട് പോകും. വളരെ ചിന്തനീയമായ ഒരു വാക്യമാണ്. ഈ വാക്യം പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി രേഖപ്പെടുത്തി തന്നിരിക്കുകയാണ്. ഈ വാക്യം ആരാ ഉദ്ധരിച്ചെന്നറിയാമോ? ദാവീദ് അബ്ശലോമിനെ കൊല്ലും എന്ന ഒരു സാഹചര്യം ഉടലെടുത്തു. അബ്ശലോം ഒരു കൊലപാതകനായി. അബ്ശലോം നാടുവിട്ടിരിക്കുകയാണ്. അബ്ശലോമിനെ ദാവീദ് കൊല്ലും. ദാവീദ് രാജാവാണ്, നീതി നടത്തുവാൻ ബാധ്യസ്ഥനായ ഒരു വ്യക്തിയാണ്. എന്നാൽ അബ്ശലോമിനെ കൊല്ലാതിരിപ്പാൻ തന്റെ സൈന്യാധിപനായ യോവാബും ഒരു തെക്കോവയിലെ സ്ത്രീയും കൂടെ കാര്യങ്ങൾ ക്രമീകരിക്കുകയാണ്. ഈ സ്ത്രീ വന്ന് രാജാവിനോട് സംസാരിക്കുന്നു. വേഷപ്രച്ഛന്നയായി ഈ രാജാവിനോട് കാര്യം സംസാരിക്കുമ്പോൾ പറയുന്ന ഒരു വാക്കാണ് 2 ശമൂവേൽ 14 വാക്യം. നാം മരിക്കേണ്ടുന്നവരല്ലോ, നിലത്തൊഴിച്ചു കളഞ്ഞതും വീണ്ടും ചേർത്തുകൂടാത്തതുമായി വെള്ളം പോലെ ഇരിക്കുന്നു. ദൈവം ജീവനെ എടുത്തു കളയാതെ ഭ്രഷ്ടനായവൻ തനിക്ക് ഇനിയും ഭ്രഷ്ടനായിരിക്കാതെ വണ്ണം മാർഗം ചിന്തിക്കുന്നു. ഞാൻ ആ വാക്യം ഇംഗ്ലീഷിലൊന്ന് വായിച്ചോട്ടെ. ഫോർ വി വിൽ ഷുവർലി ഡൈ. അതിന്റെ ഉറപ്പ് നോക്കട്ടെ. ഫോർ വി വിൽ ഷുവർലി ഡൈ and become like water that spilt on the ground that cannot be gathered up again. നാം നിലത്തൊഴിച്ചു കളഞ്ഞ വെള്ളം പോലെ ആയി മാറും മരിച്ചാൽ. രണ്ടാമത് എടുത്തു പറഞ്ഞു, യെറ്റ്. ആ ഭാഗം ഞാൻ സുവിശേഷം പ്രസംഗിച്ചിട്ടുണ്ട്.
ആ ഭാഗം, രണ്ടാമത്തെ ഭാഗം. Yet God does not take away a life, but he devises means so that his banished ones are not expelled from him. തന്റെ അടുക്കൽ നിന്ന് പോയ, എക്സ്പെൽ ചെയ്ത ആ ജനങ്ങൾ എന്നേക്കും നശിച്ചു പോകാതിരിപ്പാൻ ദൈവം ഒരു മാർഗം ചിന്തിക്കുന്നു. ആ മാർഗമാണ് കാൽവറി ക്രൂശ്. തന്റെ സന്നിധിയിൽ നിന്ന് മാറിപ്പോയവരെ തിരിച്ചു കൊണ്ടുവരാൻ ദൈവം മെനഞ്ഞ ഒരു ഡിവൈസാണ്, ഒരു മാർഗമാണ് കാൽവറി ക്രൂശ്. ഈ വാക്യത്തിന്റെ സെക്കൻഡ് പാർട്ട് ഞാൻ സുവിശേഷം പ്രസംഗിച്ചിട്ടുണ്ട്, അവിടേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷേ അതിന്റെ ആദ്യത്തെ പാർട്ട് നോക്കിക്കാട്ടെ. We will surely die. ഞാനും നിങ്ങളും മരിക്കും. മരിച്ചു കഴിഞ്ഞാൽ we will be like water that spilt on the ground that cannot be gathered up again. എത്രയോ പ്രാവശ്യം ഊണുമേശയിൽ നിന്ന് അറിയാതെ കൈകൾ തട്ടി വെള്ളം നമ്മൾ തൂക്കിക്കളഞ്ഞിട്ടുണ്ട്. ആ വെള്ളം നമുക്ക് രണ്ടാമത് ഉപയോഗിക്കാൻ സാധ്യമല്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ഈ വാക്യത്തിന്റെ ആശയം ദാവീദിനോട് ഈ തെക്കോവയിലെ ജ്ഞാനിയായ സ്ത്രീ പറയുമ്പോൾ, അബ്ശലോമിനെ കൊന്നുകളഞ്ഞാൽ രണ്ടാമത് അവന് ജീവിപ്പാനായിട്ട് അവസരമില്ല. ഞാനും നിങ്ങളും മരിച്ചാൽ ഈ വെള്ളം നിലത്തൊഴിച്ചു കളഞ്ഞ പോലെയാണ്. യു കനോട്ട് ടേക്ക് ദാറ്റ് വാട്ടർ ആൻഡ് യൂസ് ഇറ്റ് അഗെയിൻ. ആ വെള്ളം രണ്ടാമതെടുത്ത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. മറ്റു വിധത്തിൽ പറഞ്ഞാൽ, എന്നെ കേൾക്കുന്നവരോട് വളരെ ശക്തമായി ഞാൻ പറയട്ടെ, യു ആൻഡ് മീ ഹാവ് ഓൺലി വൺ ലൈഫ് ടു ലീവ്. യു കനോട്ട് ലീവ് ഇറ്റ് അഗെയിൻ. എനിക്കും നിങ്ങൾക്ക് ജീവിപ്പാൻ ഒരു ജീവിതമേ ഉള്ളൂ, രണ്ടാമത് ജീവിപ്പാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് നാം പഠിക്കുന്ന വിഷയം ഗൗരവപൂർണമായ വിഷയമാണ്. ഒരു വാക്യം കൂടെ, ദൈവം പറയുന്ന ഒരു ഭാഗം കൂടെ ഞാനൊന്ന് വായിച്ചോട്ടെ. സഭാപ്രസംഗി എക്ലിയാസിസ് ചാപ്റ്റർ 7 and verses 2. സഭാപ്രസംഗി 7-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. വിരുന്നു വീട്ടിൽ പോകുന്നതിനേക്കാൾ വിലാപഭവനത്തിൽ പോകുന്നത് നല്ലത്, അതല്ലോ സകല മനുഷ്യരുടെയും അവസാനം. ജീവിച്ചിരിക്കുന്നവർ അത് ഹൃദയത്തിൽ കരുതിക്കൊള്ളും. ഞാൻ ആ വാക്യവും ഇംഗ്ലീഷിൽ വായിക്കുകയാണ്. Better to go to a house of mourning than to the house of feasting, for that is the end of all men, and the living will take it to heart. എന്തിനാണ് വിരുന്നു വീട്ടിൽ പോകുന്നതിനെക്കാട്ടിൽ വിലാപ ഭവനത്തിൽ പോകുന്നതാണ് നല്ലതെന്ന് ദൈവം പറയുന്നതിന്റെ കാരണം, എല്ലാ മനുഷ്യന്റെയും അന്ത്യമതാണ്. എന്നാൽ ദൈവം പറയുന്നത് ജീവിച്ചിരിക്കുന്ന മനുഷ്യരത് ഹൃദയത്തിൽ കരുതിക്കൊള്ളും. ആ വാക്യത്തിന്റെ ആശയം ചിന്തിച്ചാട്ടെ. ജീവിച്ചിരിക്കുന്ന മനുഷ്യർ, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഞാനും നിങ്ങൾ ജീവിക്കുന്നു, ഞാനും നിങ്ങളും ഹൃദയത്തിൽ കരുതിക്കൊള്ളണം. നാം മരിക്കുന്നവരാണെന്ന് കരുതിക്കൊള്ളണം. തെക്കോവയിലെ ജ്ഞാനിയായ സ്ത്രീ പറഞ്ഞ പോലെ, വി വിൽ ഷുവർലി ഡൈ. നാം മരിക്കും. ഞാൻ ഈ ഭാഗം പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഒരു സർവേ റിപ്പോർട്ട് മനസ്സിലാക്കി. ലോകത്തിലാകെ ഏതാണ്ട് 110 ബില്യൺ ആളുകൾ ജനിച്ചിട്ടുണ്ട്. 110 billion people have been born into this world. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 1100 കോടി ജനങ്ങൾ ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ട്. ഇന്ന് റഫ്ലി around 6.8 billion people are living. ഏതാണ്ട് 6.8 ബില്യൺ ആളുകൾ ജീവിക്കുന്നുണ്ട്. ഞാൻ ഓർപ്പിക്കട്ടെ, 60 million 60 million people are dying every year. എന്ന് 4-ാം അധ്യായത്തിന്റെ 25 തുടങ്ങി 5-ന്റെ അവസാനം വരെ വായിച്ചു നോക്കിയേ. പിന്നെ അവൻ മരിച്ചു, പിന്നെ അവൻ മരിച്ചു, പിന്നെ അവൻ മരിച്ചു, പിന്നെ അവൻ മരിച്ചു. ഇങ്ങനെ മരണം ആവർത്തിച്ചു പറയുന്ന ഒരു ചാപ്റ്ററാണ് സേത്തിന്റെ വംശത്തെ കുറിച്ച് പറയുന്നത്. കായിന്റെ വംശത്തെ കുറിച്ച് അങ്ങനെ പറയുന്നില്ലേ? കായിന്റെ വംശം ദുഷ്ടന്റെ വംശമാണ്. കായിന്റെ വംശം ലോകമനുഷ്യന്റെ പ്രതീകമാണ്. നോക്കുക, അവിടെ ഒരുപാട് കാര്യമുണ്ട്. അവർ പട്ടണം പണിയുന്നു, അവർ 2 ഭാര്യമാരെ എടുക്കുന്നു, അവര് കൂടാരത്തിൽ പാർത്ത് ആടുകളെ അവര് എണ്ണം കൂട്ടുന്നു, അവര് ആയുധങ്ങൾ ഉണ്ടാക്കുന്നു, അവര് കിന്നരവും വേണു ഉപയോഗിക്കുന്നു. എന്തിനു പറയുന്നു? ലോകത്തിന്റെ കൺമുമ്പിൽ ഒരു സക്സസ്ഫുൾ ഫാമിലി എന്ന് പറയുന്നതാണ് കായിന്റെ വംശം. വാട്ട് മോർ യു വാണ്ട്?
There is name, there is fame, there is money, there is might, everything. അവർക്ക് ശക്തിയുണ്ട്, പണമുണ്ട്, അവർക്ക് സ്ഥാനമുണ്ട്, അവർക്ക് പ്ലഷർ ഉണ്ട്. They have everything kind. പക്ഷെ അവര് മരിക്കുന്നു എന്നൊരു പദം എഴുതിയിട്ടില്ല. മരണത്തെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ലേ? ശേത്തിന്റെ വംശം വരുന്നു. ഞാൻ അവിടെ നിന്നൊന്ന് ചൂണ്ടിക്കാണിക്കട്ടെ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ശേത്തിന്റെ വംശത്തെ കുറിച്ച് പരിശുദ്ധാത്മാവ് എഴുതി തരുമ്പോൾ പിന്നെ അവൻ മരിച്ചു, പിന്നെ അവൻ മരിച്ചു, പിന്നെ അവൻ മരിച്ചു. Then he died, then he died. ഓരോ തലമുറയും പറയുമ്പോൾ അവർ മരിക്കുന്നു. മരിക്കാതെ മാറ്റപ്പെട്ട ഈനോക്കിന്റെ കാര്യവും ഇവിടെ പറയുന്നു, ഹാനോക്കിന്റെ. എന്നാൽ എന്റെ വിഷയത്തിലേക്ക് ഞാൻ വരികയാണ്. ഈ ശേത്തിന്റെ വംശമാണ് ആരാധന ആരംഭിക്കുന്നത്. അവിടെ ഒരു സീക്രട്ട് ഉണ്ട്, അതൊന്ന് പറയാൻ വേണ്ടിയാണ്. 4-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം നോക്കാം. Chapter 4 and verse 25. You are going to find a secret there. How or why they started worshipping God. ആദാം തന്റെ ഭാര്യയെ പിന്നെയും പരിഗ്രഹിച്ചു. അവളൊരു മകനെ പ്രസവിച്ചു. കയീൻ കൊന്ന ഹാബേലിന് പകരം ദൈവം എനിക്ക് മറ്റൊരു സന്തതിയെ തന്നു എന്ന് പറഞ്ഞു അവന് ശേത്തെന്ന് പേരിട്ടു. ശേത്തിന്റെ വംശം ഇവിടെ ആരംഭിക്കുകയാണ്. ശേത്തെന്ന് പേരിട്ടു. ഇനി നോക്കാട്ടെ, ശേത്തിന് ഒരു മകൻ ജനിച്ചു, അവൻ ഏനേശ് എന്ന് പേരിട്ടു. ആ കാലത്ത് യഹോവയുടെ നാമത്തിൽ ആരാധന തുടങ്ങി. ദൈവത്തിന് മഹത്വം. എന്തിനാണ് പരിശുദ്ധാത്മാവ് ഇത് എഴുതി തന്നത്? എന്തിനാണ് ഇപ്പോൾ ഇവര് ദൈവത്തെ ആരാധിച്ചു തുടങ്ങിയത്? അതുവരെ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് മാറി ആരാധന നടക്കുന്നില്ലേ? ഈ ശേത്തിന്റെ വംശമാണ് ദൈവത്തെ ആരാധിച്ചു തുടങ്ങിയത്. എന്താണ് അതിന്റെ കാരണം? ഞാൻ ആ ഭാഗം ഇരുന്ന് ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്തപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഞാൻ അതൊന്ന് പറഞ്ഞോട്ടെ. ഹാബേലിന് പകരം ദൈവം എനിക്ക് മറ്റൊരു സന്തതിയെ തന്നു. ദൈവം എന്ന വാക്ക് എബ്രായ ഭാഷയിൽ എലോഹീം എന്ന വാക്ക്. എലോഹീം എന്ന വാക്കിന്റെ അർത്ഥം സർവശക്തൻ, ഓൾമൈറ്റി ഗാഡ്, എലോഹീം. എന്നാൽ ശേത്തിനൊരു കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞിനെ കരങ്ങളിൽ എടുത്തു വെച്ചിട്ട് ആ കുഞ്ഞിനിട്ട പേരെന്ന ഏനോഷ്. എലോഹീം, ഏനോഷ്. ഏനോഷ് എന്ന വാക്കിന്റെ അർത്ഥം എന്നാ? ഏനോഷ് എന്ന വാക്കിന്റെ അർത്ഥം മരിക്കുന്ന മനുഷ്യൻ, മോർട്ടൽ മാൻ, ഡിക്കേയിങ് മാൻ. ഇതാ മരിക്കുന്ന മനുഷ്യൻ. ആ കുഞ്ഞിനെ കരങ്ങളിൽ എടുത്തു വെച്ച് പറയുകയാണ് മരിക്കുന്ന മനുഷ്യൻ, മർത്യൻ. ആ കാലത്ത് യഹോവയുടെ നാമത്തിൽ ആരാധന തുടങ്ങി. ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, അവിടെ ഒരു സീക്രട്ട് നമ്മൾ കാണുന്നു. ദൈവത്തിന്റെ വലിപ്പം അവർ കണ്ടു. എലോഹീം, സർവശക്തനായ ദൈവം. മനുഷ്യനോ മർത്യനാണ്, മരിക്കുന്നവനാണ്, ഡിക്കേയിങ് മാൻ. അവർ ഭയപ്പെട്ട് ദൈവത്തെ ആരാധിക്കുന്നു. ആ കാലത്ത് യഹോവയുടെ നാമത്തിൽ ആരാധന തുടങ്ങി. ശേത്തിന്റെ വംശം ആരാധന തുടങ്ങിയാണ്. പിന്നീട് അവരുടെ വംശത്തെ ശ്രദ്ധിച്ചു നോക്കുക. പിന്നെ അവൻ മരിച്ചു, പിന്നെ അവൻ മരിച്ചു. മരണമെന്നുള്ളത് അവരുടെ മനസ്സിൽ നിൽപ്പുണ്ട്. മോശ പ്രാർത്ഥിച്ച പോലെ ഞങ്ങൾ ജ്ഞാനമുള്ള ഹൃദയം പ്രാപിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ സഹായിക്കണം. ഞാൻ ആ ഭാഗം പറഞ്ഞു വിടട്ടെ. സഭാപ്രസംഗി 7:2 എന്താ നമ്മൾ വായിച്ചത്? It is better to go to a house of mourning than a house of feasting. എന്തിനാണ്? ജീവിച്ചിരിക്കുന്നവർ അത് ഹൃദയത്തിൽ കരുതിക്കൊൾ. ഇതാണല്ലോ മനുഷ്യന്റെ ഒക്കെ അവസാനം. സ്വർഗത്തിലെ ദൈവം പറയുന്നു, ഞാൻ ഇവിടെ എന്തെല്ലാം നേടിയാലും my end is by death on this earth. എന്റെ അവസാനം മരണത്തോടുള്ള ബന്ധത്തിലാണ്. എന്റെ മനസ്സിൽ ഓടി വരുന്നു സഭാപ്രസംഗി 10 പ്രാവശ്യം മായ 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 എന്ന് പറയുന്നുണ്ട് ശലോമോൻ. ആ 10 കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ ജീവിതത്തിന്റെ 10 നേട്ടങ്ങളാണ്. എന്റെ ഡിഗ്രികള്, എനിക്ക് കിട്ടിയ അവാർഡുകള്, എനിക്ക് കിട്ടിയ നേട്ടങ്ങള്, 10 കാര്യങ്ങൾ സോളമൻ എടുത്ത് പറയുന്നുണ്ട് ശലോമോൻ. മാത്രമല്ല ശലോമോൻ അവിടെ പറയുന്നുണ്ട് ഞാൻ വെച്ച് പുലർത്തുന്ന അസൂയ, വൈരാഗ്യം, ഇതൊക്കെ എടുത്ത് പറയുന്നുണ്ട്. ഈ 10 കാര്യങ്ങളും ശലോമോൻ പറയുന്നു മായയാണ്. എന്തുകൊണ്ടാ പറയുന്നത്? ഈ 10 കാര്യങ്ങളും മായ എന്ന് പറയുന്നത് മരണം കടന്നു വരുമ്പോൾ ഇതെല്ലാം ഉപേക്ഷിച്ചു പോകും. എന്റെ ഹൃദയത്തിൽ വെച്ചുകൊണ്ടിരിക്കുന്ന വൈരാഗ്യം മരണത്താൽ അത് തീരും. ഞാൻ നേടിയ നേട്ടങ്ങൾ മരണത്താൽ അത് തീരും. ഞാൻ നേടിയ അവാർഡുകൾ മരണത്താൽ അത് തീരും. മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ശലോമോൻ പറയുകയാണ് ജ്ഞാനികളിൽ ജ്ഞാനി, മായ മായ മായ, എവറിത്തിങ് ഈസ് വാനിറ്റി.
ജീവിച്ചിരിക്കുന്ന ഹൃദയത്തിൽ അത് കരുതിക്കൊള്ളൂ. നമ്മൾ കായിന്റെയും അതുപോലെ ശേത്തിന്റെ വംശത്തെ കുറിച്ച് ചിന്തിച്ചപ്പോൾ ദൈവത്തെ ആരാധിച്ച ബുദ്ധിയുള്ള മനുഷ്യരെന്ന് പറയുന്നത് മരണത്തെക്കുറിച്ചുള്ള ചിന്തയുണ്ടായവരാണ്. എന്റെ സഹോദരന്മാരെ, ഈ 10 ദിവസം ഈ വിഷയം ഗൗരവമേറിയ ഒരു വിഷയമാകയാൽ പ്രിയപ്പെട്ട നിങ്ങള് ഈ വിഷയം ശ്രദ്ധിപ്പാൻ നിങ്ങൾ ഓരോ ദിവസവും പ്രാർത്ഥനയോടെ കടന്നു വരണം. നമ്മള് മരിക്കുമെന്നുള്ളത് തീർച്ചയാണ്. 2 ശമൂവേൽ chapter 14 verses 14 നമ്മൾ കണ്ടു. We will surely die. നാം മരിക്കേണ്ടുന്നവരാണ്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ മരണത്തിന് അപ്പുറം എന്താണെന്നുള്ളത് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. ഞാന് ഈ വിഷയം പഠിച്ച ശേഷം കുറച്ചുകൂടെ എൻ്റെ മനസ്സിലങ്ങ് ആവേശം കൊണ്ടു. സുവിശേഷം എങ്ങനെയെങ്കിലും ആളുകളുടെ അടുക്കൽ എത്തിക്കണം. ചിലരെ കൂടെ എനിക്ക് തീയിൽ നിന്ന് വലിച്ചെടുക്കണം. കാരണം ഭയാനകമായ നിത്യനരകത്തിന്റെ വെളിപ്പാടുകൾ എനിക്ക് കാണാൻ കഴിഞ്ഞു. അൾട്ടിമേറ്റ്ലി അൺബിലീവേഴ്സ് വിൽ എൻഡ് അപ്പ് ഇൻ എറ്റേണൽ ഹെൽ. നിത്യമായ ഒരു നരകത്തിൽ അവൻ ചെന്ന് പതിക്കുകയാണ്. അതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ ആ ഭാഗങ്ങൾ എടുക്കാം. സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ഒക്കെ ഈ മരണാനന്തര ജീവിതത്തോടുള്ള ബന്ധത്തിൽ എടുക്കാം. പക്ഷേ നമ്മൾ ആദ്യം ചില കാര്യങ്ങൾ മനസ്സിലാക്കിയെങ്കിലേ ഇത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. മരണം തീർച്ചയാണ്. എന്നാൽ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ 1-2 കാര്യങ്ങൾ ഞാനൊന്ന് ഓർപ്പിച്ചോട്ടെ. ഇന്ന് ലോകത്തിൽ ഒരുപാട് ബുക്കുകൾ ലഭ്യമാണ്. ഞാൻ ചിലത് വായിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് വളരെ ഇൻട്രസ്റ്റ് ഉള്ള ഒരു ടോപ്പിക്കായിരുന്നു. ഈ വിഷയം ഞാൻ ഗൗരവമായി പഠിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ വായിച്ചിട്ടുണ്ട്. മില്യൺസ് അറൗണ്ട് ദ ഗ്ലോബ്, ഈ ലോകത്തിൽ മില്യൺസ് ഓഫ് ആളുകള് ബെസ്റ്റ് സെല്ലർ ബുക്കുകളിൽ ചിലതാണ് നിയർ ഡെത്ത് എക്സ്പീരിയൻസ്, ലൈഫ് ആഫ്റ്റർ ലൈഫ് ബൈ ഡോക്ടർ റെയ്മണ്ട് മൂഡി, ബിയോണ്ട് ഡെത്ത് ഡോർ ബൈ എ ഡോക്ടർ മൗറീസ് റൗളിംഗ്. മറ്റൊരു ബുക്ക് ഡെത്ത് ആൻഡ് ഡൈയിങ് ബൈ ഡോക്ടർ എലിസബത്ത് കുബ്ലർ-റോസ്. അനേക ബുക്കുകൾ ഇന്ന് ലഭ്യമാണ്. നിങ്ങൾ ബുക്ക് ഷോപ്പുകളിൽ നോക്കിയാൽ ആഫ്റ്റർ ഡെത്ത് വാട്ട് ഹാപ്പൻസ് അവരെഴുതിയ ബുക്കുകൾ കാണാൻ സാധിക്കും. ദേ ആർ ഡോക്ടേഴ്സ്. മോസ്റ്റ് ഓഫ് ദം ആർ ഡോക്ടേഴ്സ്. അവര് ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സാണ്. ഞാൻ രക്തചുരുക്കമായി പറയട്ടെ, ഈ ഡോക്ടേഴ്സ് ചെയ്യുന്ന റിസർച്ചുകൾ അവർ അന്യോന്യം പങ്കുവച്ചിരുന്നില്ലേ? അവർ ആ റിസർച്ച് ചെയ്ത് കാര്യങ്ങൾ രേഖപ്പെടുത്തിയ ശേഷം അവരുടെ ബുക്കുകൾ അവർ പ്രസിദ്ധീകരിച്ചു. ഉദാഹരണമായിട്ട് ഡോക്ടർ എലിസബത്ത് കുബ്ലർ-റോസ്, ഡെത്ത് ആൻഡ് ഡൈയിങ്, റെയ്മണ്ട് മൂഡി, ലൈഫ് ആഫ്റ്റർ ലൈഫ്. ഇവര് അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവച്ചിട്ടല്ല ഈ ബുക്ക് പ്രസിദ്ധീകരിച്ചത്. പക്ഷേ ഈ ബുക്കുകളിൽ ചിലതെന്റെ കരങ്ങളിൽ കിട്ടി. ഞാൻ വായിച്ചു നോക്കിയപ്പോൾ വേദപുസ്തകത്തെ ആസ്പദമാക്കി എഴുതിയ ബുക്കൊന്നുമല്ല. അവരുടെ റിസർച്ചിനെ ആസ്പദമാക്കി അവർ പറയുന്നത് നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ മരിച്ചുവെന്ന് ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞാൽ മെഡിസിൻ മുദ്രകുത്തി, മെഡിക്കൽ ഫീൽഡിൽ ഹി ഹാസ് ഡൈഡ്. അവന്റെ ഹാർട്ടിന്റെ റേറ്റ് നിന്നുപോയി, ഗ്രാഫ് നിന്നുപോയി, ഹി ഈസ് ഡെഡ്. അങ്ങനെ മരിച്ചുവെന്ന് ഡോക്ടേഴ്സ് മുദ്രകുത്തിയവർ തിരിച്ചു വന്നു, വീണ്ടും ജീവിച്ചു. അപ്പൊ അവരെ ഇന്റർവ്യൂ ചെയ്യാണ് ഈ ഡോക്ടേഴ്സ്. ആ ഇന്റർവ്യൂ എഴുതിയതാണ് ഈ ബുക്കുകളുടെ പ്രധാനപ്പെട്ട വിഷയം. അങ്ങനെയുള്ള ബുക്ക് വായിക്കാൻ വളരെ രസമാണ്. ഞാൻ വായിച്ചിട്ടുണ്ട്. അത് വേദപുസ്തകത്തോട് യാതൊരു കാര്യങ്ങളും ആസ്പദമാക്കി അവർ എഴുതിയ ബുക്കല്ല. ഈ ബുക്കുകൾ മില്യൺസ് വിറ്റ ബുക്കുകളാണ്. ലോകത്തിലെ ആകമാനം അനേക ആയിരങ്ങൾ ലക്ഷങ്ങൾ ഇത് വായിച്ചു. എന്തിനാ കേരളത്തിലിരിക്കുന്ന ഞാനും ഇതിൽ ചില ബുക്കുകൾ മേടിച്ച് വായിച്ചു. കാരണം എനിക്കും നിങ്ങൾക്കും അത്ര താല്പര്യമുള്ള വിഷയമാണ് ഈ വിഷയം. ഇങ്ങനെ ആളുകളുടെ മധ്യത്തിൽ ഇവരുടെ റിസർച്ചിന്റെ ഫലമായി ഈ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് വലിയ താല്പര്യമുണ്ടായതിന്റെ ഫലമായി എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ഏറിയ പങ്കും അമേരിക്കയിലാണ്. അമേരിക്കയിലെ കനക്റ്റിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ ഒരു സബ്ജക്റ്റ് എന്താണെന്നറിയാമോ? ഒരു സബ്ജക്റ്റ് അവിടെയുണ്ട്. പല ഫിസിക്സ്, കെമിസ്ട്രി എന്നൊക്കെ പറയുന്ന പോലെ ഒരു സബ്ജക്റ്റ് ഉണ്ട്. ആ സബ്ജക്റ്റിന്റെ പേരാണ് താനാറ്റോളജി. അമേരിക്കയിലെ കനക്റ്റിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഒരു വിങ് ആണ് താനാറ്റോളജി.
അതിന്റെ അർത്ഥം എന്താണ്? ഗ്രീക്ക് ലാംഗ്വേജിൽ താനാറ്റോസ് എന്ന് പറഞ്ഞാൽ ഡെത്ത് എന്നാണ്. താനാറ്റോസ് എന്ന് പറഞ്ഞാൽ ഡെത്താണ്. താനാറ്റോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡിയിങ് അബൌട്ട് ഡെത്ത്, മരണത്തെ കുറിച്ചുള്ള പഠനത്തിന് വേണ്ടി കനറ്റിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരു വിങ് സ്റ്റാർട്ട് ചെയ്തു. അത്ര താല്പര്യം ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായി. ഇത് മിക്കവാറും ഉണ്ടായത് നിയർ ഡെത്ത് എക്സ്പീരിയൻസ് കൊണ്ടാണ്. ഈ മരിച്ചുവെന്ന് എഴുതിയിട്ട് അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡ് മുദ്ര കുത്തിയിട്ട് മടങ്ങി വന്ന് ജീവിച്ചവരോടുള്ള ബന്ധത്തിലാണ്. ഇതിന്റെ ഫലമായി അനേക വാക്കുകൾ ഇന്ന് പുതിയതായിട്ട് നമ്മുടെ വൊക്കാബുലറിയിൽ വന്നു. ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ്, ഫോർ എക്സാമ്പിൾ OB എന്ന് പറയും, ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ്. ഞാൻ 1-2 ദൃഷ്ടാന്തങ്ങൾ പറഞ്ഞോട്ടെ. അത് അങ്ങനെയാണോ എന്ന് തിരുവചനത്തിലൂടെയും പരിശോധിക്കാം. ഞാനത് എടുക്കുന്നതാണ്. അതായത് ഒരു കാർ ആക്സിഡന്റ് നടന്നു. ഒരു ഡോക്ടറിന്റെ ബുക്കിൽ ഞാൻ വായിച്ചതാണ്. ഒരു കാർ ആക്സിഡന്റ് ഉണ്ടായി, ആള് മരിച്ചുപോയി, ആളുകളെല്ലാം ഓടിക്കൂടി. ആ കാറ് വെട്ടിപ്പൊളിച്ച് ആ ഡെഡ് ബോഡി പുറത്തെടുക്കുകയാണ്. പക്ഷെങ്കിൽ ഈ മനുഷ്യൻ കുറെ സമയങ്ങൾ കഴിഞ്ഞ് ജീവിച്ചു വന്നു. ആ ഡോക്ടർ ആ മനുഷ്യനെ ഇന്റർവ്യൂ ചെയ്യുകയാണ്. ആ മനുഷ്യൻ പറഞ്ഞ വാക്കുകൾ വളരെ ശ്രദ്ധേയമായി. അദ്ദേഹം പറയുന്നു, ഞാന് ഈ ആളുകളുടെ വണ്ടിയുടെയൊക്കെ മുകളിൽ ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ്. എനിക്ക് കാണാം എൻ്റെ ശരീരം വലിച്ചെടുക്കുന്നത്. എനിക്ക് കാണാം ആളുകൾ എൻ്റെ ശരീരം വലിച്ചെടുത്ത് ജീവൻ കൊടുക്കുവാനായിട്ട് അവര് ശ്രമിക്കുന്നത്. ഞാൻ സംസാരിക്കുന്നുണ്ട്, അവർ കേൾക്കുന്നില്ലേ? കുറച്ചു കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ ജീവിച്ചു വന്നു. മറ്റൊരു എക്സ്പീരിയൻസ് ഞാൻ വായിച്ചത് ഓർത്തു പോകുന്നു. ഒരു പ്രസവ വാർഡ്. ആ പ്രസവ വാർഡിൽ ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെ പ്രസവിക്കുകയാണ്. പക്ഷെ അവര് മരിച്ചുപോയി. ആ സ്ത്രീ പ്രസവ വാർഡിൽ ആ മുറിയിൽ കിടന്നു നിൽക്കുകയാണ്. അവരുടെ സോളും സ്പിരിറ്റും കിടന്നു നിൽക്കുകയാണ്. അവരുടെ ബോഡി അവിടെ കിടപ്പുണ്ട്. ഡോക്ടേഴ്സും നേഴ്സസും അവരുടെ ബോഡിയിൽ പ്രസ് ചെയ്ത് അവർക്ക് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കാൻ ശ്രമിക്കുന്നു. അവർ കൺവേ ചെയ്യാൻ, അവര് ഈ ജനങ്ങളോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ അവരാരും കേൾക്കുന്നില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ ആ സോളും സ്പിരിറ്റും ബോഡിയിൽ വന്നു കയറി. അവരെ ഡോക്ടേഴ്സ് ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അവർ പറഞ്ഞ വാർത്തയാണ് ഈ കുറിച്ചിട്ടത്. ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ്. ശരീരം അവിടെ ഇട്ടിട്ട് ഈ പുറത്തു പോയിട്ടുള്ള ഒരു അനുഭവം. ആസ്ട്രോ ട്രാവൽ എന്ന് പറഞ്ഞുണ്ട് വേറെ ഒരു പദം. ഇതെല്ലാം ഇതിലുള്ള ബന്ധത്തിൽ വന്നതാണ്. എന്ന് പറഞ്ഞാൽ മന്ത്രവാദം ചെയ്യുന്നവർ പ്രത്യേക ഒരു രീതിയിലേക്ക് ശരീരത്തെ കൊണ്ടുവരും. അതൊക്കെ ചെയ്യുന്നവർ ഇന്ന് ലോകത്തിലുണ്ട് കേട്ടോ. ചെയ്യാൻ പാടില്ല. ദൈവമക്കൾ അത് പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല. ഈ ഒക്കൾട്ടിക് പ്രാക്ടീസ്, ഈ പൈശാചികനെ സേവിച്ചുകൊണ്ട് ശരീരം അവിടെ ഇട്ടിട്ട് അവരുടെ ആത്മാവ്, അവരുടെ ദേഹിയും ആത്മാവും കൂടെ പുറത്തു വരുന്നു. ആസ്ട്രോ ട്രാവൽ ഇങ്ങനെ ആകാശത്തിലൂടെയൊക്കെ പറന്നു നടക്കും. ഞാന് ഈ ഭാഗം പഠിച്ചപ്പോൾ ഇതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയ ഒരു കാര്യം ഞാൻ പറയാം. എനിക്ക് ഓഥന്റിക് ആയിട്ട് പറയാൻ നിവൃത്തിയില്ല, പക്ഷേ ദാറ്റ് ഈസ് റെക്കോർഡ്. അത് രേഖപ്പെടുത്തിയത് ഞാൻ വായിച്ചതാണ്. അലക്സാണ്ടർ ദ ഗ്രേറ്റ്, അലക്സാണ്ടർ ചക്രവർത്തിയുടെ ക്യാമ്പയിന്റെ വിജയത്തെ കുറിച്ച് അതിനകത്ത് രേഖപ്പെടുത്തിയത് ഞാൻ വായിച്ചു. അലക്സാണ്ടർ ചക്രവർത്തിയുടെ പട്ടാളത്തിൽ ഈ വിധത്തിൽ ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് നടത്തുന്ന ചിലരുണ്ടായി. ഇന്ന് യുദ്ധം നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സഹായകമായി ഇരിക്കുന്നത് സാറ്റലൈറ്റ്സ് ആണ്, സ്പൈ സാറ്റലൈറ്റ്സ്. ഈ സ്പൈ സാറ്റലൈറ്റ്സ് ശത്രുവിന്റെ മൂവ്മെന്റ് കണ്ടുപിടിച്ചിട്ട് ഇൻഫർമേഷൻ കൊടുക്കുകയാണ്. അതനുസരിച്ച് ഇവിടെ ആർമിക്ക് കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ കഴിയും. ഗൾഫ് വാറിൽ നമുക്കറിയാം, സദാം ഹുസൈൻ കുവൈറ്റിൽ കയറുവാൻ ശ്രമിക്കുമ്പോൾ അമേരിക്കൻ സാറ്റലൈറ്റ്സ് ആണ് അത് കണ്ടുപിടിച്ച് ഇൻഫർമേഷൻ കൊടുക്കുന്നത്. ആ കാലത്ത് സ്പൈ സാറ്റലൈറ്റ്സ് ഇല്ല. പക്ഷേ അലക്സാണ്ടർ ദ ഗ്രേറ്റിന്റെ ആർമിയിൽ ഈ വിധത്തിൽ പ്രവർത്തിക്കുന്ന ചിലരുണ്ടായിരുന്നു. അവര് ഒരു പ്രത്യേക അനുഭവത്തിലൂടെ അവരുടെ ശരീരത്തിൽ നിന്ന് ദേഹി ആത്മാവിനെ പുറത്തു കൊണ്ടുവന്ന് ശത്രുവിന്റെ പാളയത്തിൽ കടന്നിയെന്ന് ആർമിയെ കുറിച്ച് കണ്ടു മനസ്സിലാക്കി അവർ മടങ്ങി വന്ന് ഇൻഫർമേഷൻ കൊടുക്കുമായിരുന്നു. ആ ശരീരത്തിൽ കയറി തൻ്റെ ക്യാമ്പയിന്റെ സക്സസ് ഇതാണെന്ന് രേഖപ്പെടുത്തിയത് ഞാൻ വായിച്ചിട്ടുണ്ട്. ഞാനതൊന്ന് റിസർച്ച് ചെയ്യാനോ ഒന്നും പോയില്ല. വായിച്ചതും
മനസ്സിലാക്കിയത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് ഈ വിഷയത്തെക്കുറിച്ചൊരു പഠനം ഞാൻ ഓർപ്പിച്ച പോലെ യൂണിവേഴ്സിറ്റിയിൽ വരെ നടത്തുന്നുണ്ട്. ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ്, നിയർ ഡെത്ത് എക്സ്പീരിയൻസ്, കണക്റ്റിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ താനറ്റോളജി, സ്റ്റഡിങ് അബൌട്ട് ഡെത്ത്. ഈ വിഷയം ഇന്ന് പഠിക്കുവാൻ ജനങ്ങൾ വളരെ വെമ്പൽ കൊള്ളുന്ന ഒരു ടോപ്പിക്കായി മാറി. നമുക്കിനിയും വിഷയത്തിലേക്ക് കടന്നു വരാം. മനുഷ്യന്റെ അമർത്യതയെക്കുറിച്ചും മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും മനസ്സിലാക്കണമെങ്കിൽ വേദപുസ്തകത്തിനല്ലാതെ മറ്റൊന്നിനും നമുക്ക് ഇൻഫർമേഷൻ തരാനായിട്ടില്ല. സയൻസിന് ബിയോണ്ട് ഗ്രേവ് നത്തിങ് ദേ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഒരു കല്ലറയ്ക്കപ്പുറത്തുള്ളത് ഈ സയൻസിന് മനസ്സിലാക്കാൻ നിവൃത്തിയില്ല. വാട്ട് ലൈസ് ബിയോണ്ട് ദ ഗ്രേവ്, ഈ കല്ലറയ്ക്കപ്പുറത്ത് എന്താണ് എന്ന് പറയുവാൻ ഈ സയൻസിന് സാധ്യമല്ല. ബട്ട് ദ ബൈബിൾ ക്യാൻ. ഞാൻ ആ ഭാഗം വായിക്കുകയും പഠിക്കുകയും ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി, മോർ ദാൻ 1000 വേഴ്സസ് ആർ ഇൻ ദ ബൈബിൾ ഇൻ റിലേഷൻ ടു ദിസ് ടോപ്പിക്. ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ 1000-ലധികം വാക്യങ്ങൾ ബൈബിളിലുണ്ട്. 1000 വാക്യങ്ങളൊന്നും എടുക്കാൻ നമുക്ക് നിവൃത്തിയില്ല. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഗൗരവപൂർണമായി ഞാൻ എടുക്കാൻ അതിൽ നിന്ന് വാക്യങ്ങൾ തിരഞ്ഞെടുത്തുകൊള്ളാം. എന്നാൽ ഒരു കാര്യം ഞാൻ പ്രത്യേകം ഓർപ്പിക്കട്ടെ. ഈ ക്രിസ്ത്യൻ ഡോക്ട്രിൻ ഓഫ് ഡെത്ത് ആൻഡ് ഇമ്മോർട്ടാലിറ്റി, ഈ ക്രിസ്തീയ ഉപദേശത്തിൽ മരണവും മരണാനന്തര ജീവിതം അല്ലെങ്കിൽ അമർത്യതയെക്കുറിച്ച് പഠിക്കണമെങ്കിൽ മനുഷ്യൻ എന്നുള്ള ദൈവ സൃഷ്ടിയുടെ മഹത്വം മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാതെ ഇത് പഠിക്കാൻ നിവൃത്തിയില്ല. അതെന്താ അങ്ങനെ പറയുന്നത്? പറയാം. മനുഷ്യന് 3 ഭാഗമുണ്ട്. He has a tripatriate nature. ട്രൈപാട്രിയറ്റ് നേച്ചർ, ത്രിഭാഗ പ്രകൃതിയുണ്ട്. ബൈബിളിൽ തന്നെ ഞാൻ ചൂണ്ടിക്കാണിക്കാം. ഒരു കൂട്ടം ആളുകൾ ചിന്തിക്കുന്നു മനുഷ്യൻ വെറും ഫിസിക്കൽ ലൈഫ്, അതായത് ശരീരം മാത്രമാണുള്ളത്. അല്ല, ഈ ശരീരത്തിന്റെ ഉള്ളിൽ 2 ഭാഗങ്ങൾ കൂടെയുണ്ട്. അവനൊരു ദേഹിയുണ്ട്, സോള്. അവനൊരു സ്പിരിറ്റ് ഉണ്ട്, ആത്മാവ്. Man has tripatriate nature. ഒരു ത്രിഭാഗ പ്രകൃതിയുണ്ട്. He has a body, he has a soul, he has a spirit. 3 ഭാഗമുണ്ട്. ഈ 3 ഭാഗത്തെ കുറിച്ച് നമുക്കൊരു ചെറിയ അറിവെങ്കിലും ഇല്ലാതെ മരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, മരിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്, നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് ഈ മനുഷ്യന്റെ ത്രിഭാഗ പ്രകൃതിയെ കുറിച്ച് ഞാൻ ആദ്യം ഒന്ന് എടുത്തോട്ടെ. വളരെ ആശ്വാസത്തിനും ഒക്കെ ഇടയാക്കി തീർക്കുന്ന ഒരു കാര്യമാണ്. നമ്മളെ പ്രിയപ്പെട്ടവരൊക്കെ മരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതൊക്കെ ഇത് നമ്മൾ വായിക്കുമ്പോൾ അല്ലെങ്കിൽ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മനുഷ്യന്റെ ത്രിഭാഗ പ്രകൃതിയെക്കുറിച്ച് ഞാൻ പഠിക്കാൻ ശ്രമിച്ചപ്പോൾ ചില പ്രധാനപ്പെട്ട വാക്യങ്ങൾ ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കാം. 1 Thessalonians chapter 5 and verses 23. 1 തെസ്സലോനിയർ 5-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം നോക്കിയാട്ടെ. നമ്മളൊരു ബൈബിൾ സ്റ്റഡി നടത്തുകയാണ്. വേദപുസ്തകത്തിൽ നിന്ന് അപഗ്രഥിച്ചുകൊണ്ട് കാര്യങ്ങൾ നമ്മൾ വിലയിരുത്തുകയാണ്. 1 Thessalonians chapter 5, 1 തെസ്സലോനിയർ 5-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. വണ്ടർഫുൾ. അവിടെ നോക്കിക്കാട്ടെ, നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കട്ടെ. ദ ഓൾ മാൻ. എന്താണ് ദ ഓൾ മാൻ? ആത്മാവും പ്രാണനും ദേഹിയും. യുവർ സ്പിരിറ്റ് ആൻഡ് സോൾ ആൻഡ് ബോഡി. യുവർ സ്പിരിറ്റ്, സോൾ ആൻഡ് ബോഡി. 3 ഭാഗം. മറ്റൊരു വാക്യം എടുക്കാം. ഹീബ്രൂസ് ചാപ്റ്റർ 4, എബ്രായലേഖനം 4-ാം അധ്യായം നോക്കിയാട്ടെ. ഹീബ്രൂസ് ചാപ്റ്റർ 4 and verses 12. എബ്രായലേഖനം 4-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: ദൈവത്തിന്റെ വചനം
ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും, സോൾ ആൻഡ് സ്പിരിറ്റ്, സന്ധിമജ്ജകൾ, ജോയിന്റ്സ് ആൻഡ് മാരോസ്, ആ 3 ഭാഗം അവിടെയുണ്ട്. വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതും. നോക്കിയേ, എവിടമൊക്കെയാണ് പ്രാണനെയും ആത്മാവിനെ. ഇംഗ്ലീഷിൽ വായിച്ചാൽ സോൾ ആൻഡ് സ്പിരിറ്റ് ആൻഡ് ജോയിന്റ്സ് ആൻഡ് മാരോസ്. സോള്, സ്പിരിറ്റ്, ബോഡി, അത് 3ഉം അവിടെ വീണ്ടും കാണുന്നു. ഞാൻ റോമാലേഖനം പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തെ എങ്ങനെ സേവിക്കണമെന്നുള്ളതിനുള്ള ബന്ധത്തിൽ ഒരു പഠനം ഞാൻ നടത്തിയപ്പോൾ ഈ 3 കാര്യങ്ങൾ അവിടെ ശ്രദ്ധിച്ചു. നോക്കിക്കാട്ടെ, റോമൻസ് ചാപ്റ്റർ 12 നമുക്ക് ഒരുപാട് പരിചയമുള്ള വേദഭാഗമാണ്, കാണാതറിയാവുന്നതാണ്, നമ്മൾ എടുത്ത് പലപ്പോഴും ഉദ്ധരിക്കുന്നതാണ്. പക്ഷെ അവിടെ നിന്ന് ഈ ത്രിഭാഗ പ്രകൃതി ഞാൻ കാണിക്കാൻ പോവുകയാണ്. ഹൗ ടു സെർവ് ഗോഡ്, ദൈവത്തെ എങ്ങനെ സേവിക്കണമെന്നുള്ളതാണ് 12ാം അധ്യായം തുടങ്ങിയുള്ള വിഷയം. പോളിന്റെ സിസ്റ്റമാറ്റിക് തിയോളജി പ്രസന്റ് ചെയ്ത ഒരു ബുക്കാണ് റോമൻസ്. ഈ റോമൻസിൽ ചാപ്റ്റർ 12 ഓൺവേർഡ്സ് യു ഫൈൻഡ് ഹൗ ടു സെർവ് ഗോഡ്. അതില് നമ്മൾ നോക്കാം അതിന്റെ 1ാം വാക്യം. സൗന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങള് ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ, ബോഡി ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി അർപ്പിക്കണം. വാട്ട് ടു ഡു വിത്ത് യുവർ ബോഡി? യുവർ ബോഡി ഷുഡ് ബി പ്രസന്റഡ് ആസ് ഹോളി ടു ഗോഡ്. 2ാം വാക്യം നോക്കിയാട്ടെ. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതത്തിൽ നിന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ട്രാൻസ്ഫോമിങ് യുവർ മൈൻഡ് വിച്ച് ഈസ് യുവർ സോൾ. യു നീഡ് എ surrendered body which is holy, and you need a transformed soul or mind. 11ാം വാക്യം നോക്കിയാട്ടെ. 11ാം വാക്യം verses 11. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിക്കണം. Your spirit should be in a glow. It should be burning with fervent burning. ആത്മാവ് ഉറങ്ങിയാൽ ഇരിക്കേണ്ടത്. CV ആൻഡ്രൂസിനെ കുറിച്ച്, പാസ്റ്ററിനെ കുറിച്ച് ഞങ്ങൾ പറയാറുണ്ട്, തന്റെ ഉത്സാഹം കണ്ടില്ലേ? We need to have a spirit that is fervent in spirit. കർത്താവിനെ സേവിക്കുമ്പോൾ അങ്ങനെ വേണം. ആ പ്രായത്തിലും പ്രിയപ്പെട്ട ദൈവദാസനെ കണ്ടില്ലേ? ഞാനും നിങ്ങളും അതുപോലെ ഉത്സാഹമുള്ളവരായിരിക്കണം. കർത്താവ് പറയുന്നു, ആത്മാവിൽ നിങ്ങൾ എരിവുള്ളവരായിരിക്കണം, നിങ്ങളുടെ സോള് ട്രാൻസ്ഫോംഡ് ആയിരിക്കണം, നിങ്ങളുടെ ബോഡി ഹോളി ആയിരിക്കണം. ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഹൗ ടു സെർവ് ഗോഡ്, നിങ്ങൾക്ക് ദൈവത്തെ എങ്ങനെ സേവിക്കാം? ഈ 3 പാർട്ടിലും അതിന്റെ സ്വാധീനത, ദൈവവചനത്തിന്റെ സ്വാധീനതയുണ്ടാകണം. നമ്മുടെ വിഷയത്തിൽ ഒതുങ്ങി നിൽക്കാം. ഇവിടെ 3 ഭാഗം നമ്മൾ കാണുന്നു. Our body should be presented as a holy, to God. And we need our soul should be transformed by renewing by the word of God. 3, our spirit should be burning. It should be a glow. എരിയുന്ന ഒരാത്മാവായിരിക്കണം. ഈ 3 ഭാഗങ്ങളിലൂടെ വളരെ വ്യക്തമായ ഒരു കാര്യം നമുക്ക് ബോധ്യമായി. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവന് 3 പ്രകൃതിയുണ്ട്. He is of 3 parts. He has a tripartite nature. He has a body. Inside the body he has a soul and he has a spirit. ഞാൻ എടുക്കാതെ പറയട്ടെ. ഉൽപ്പത്തി പുസ്തകം 1 Genesis chapter 1 verses 26 and 27. അവിടെ ദൈവം പറഞ്ഞതന്നെ, ദൈവം പറയുകയാണ്, നാം നമ്മുടെ സ്വരൂപത്തിലും നമ്മുടെ സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കുക. പല കാര്യങ്ങളുള്ളതിൽ ഇതും അതുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തെ കുറിച്ച് പറയുമ്പോൾ ഗോഡ് ഈസ് ട്രയൂൺ. ഗോഡ് ഈസ് ട്രയൂൺ, ട്രിനിറ്റി, ത്രിത്വം എന്നൊക്കെ പറയാറുണ്ട്. എന്താ അതിന്റെ അർത്ഥം? 3 persons but 1 in essence. God is 1 person but 3 personality. 3 personality but 1 in essence. സാരാംശത്തിൽ ഒന്നാണ്, പക്ഷെ 3 വ്യക്തിത്വമാണ്. എനിക്ക് 3 പ്രകൃതിയുണ്ട്, പക്ഷെ ഞാൻ ഒരു വ്യക്തിയാണ്. എത്ര മനോഹരമാണ്! ഞാൻ തിരുവചനത്തിലൂടെ പിന്നീട് ശ്രദ്ധിക്കാൻ തുടങ്ങി.
ഈ തൃത്വത്തെ മനസ്സിലാക്കി തരുന്ന മറ്റൊരു ഭാഗം ഞാൻ ചൂണ്ടിക്കാണിച്ചോട്ടെ. മാത്യു ചാപ്റ്റർ 28. മാത്യു ചാപ്റ്റർ 28. ദൈവവചനം ദൈവശ്വാസ്യമാണല്ലോ. ഓരോ വാക്കുകളും ദൈവശ്വാസ്യത്തിന്റെ ജ്ഞാനത്തിന്റെ പ്രകടനം നമ്മൾ കാണുന്നു. ഈ ട്രിനിറ്റിയെ കുറിച്ചുള്ളത് അവിടെ കാണുന്നുണ്ട്. മാത്യു ചാപ്റ്റർ 28 വേഴ്സസ് 18 ഓൺവേർഡ്സ് നമുക്ക് പരിചയമുള്ള വാക്യമാണ്. അതുകൊണ്ട് ഞാൻ എല്ലാ വാക്യങ്ങളും വായിക്കുന്നില്ല. 19-ാം വാക്യം, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. ബ്രദേഴ്സ്, sisters, look at that particular phrase. Go therefore and make disciples of all nations, baptizing them in the name of Father, Son and the Holy Spirit. Baptizing them in the name, not names. ബഹുവചനമല്ല, നാമങ്ങളിൽ എന്നല്ല, നാമത്തിൽ. നോക്കിക്കട്ടെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഏകവചനമാണ്. ബിക്കോസ് ദേ ആർ വൺ. സ്തോത്രം. ദൈവവചനം ദൈവശ്വാസ്യമാണ്. ഒരു വാക്ക് പോലും തെറ്റിപ്പോകില്ല. ബിക്കോസ് ഇത് ദൈവത്താൽ ഡിക്റ്റേറ്റ് ചെയ്ത, ദൈവം രേഖപ്പെടുത്തി തന്നതാണ്. വീണ്ടും ഞാൻ ഓർത്തുപോയി. രണ്ട് ഭാഗം കൂടെ ഞാനൊന്ന് ചൂണ്ടിക്കാണിച്ചോട്ടെ, ഈ ഭാഗത്തിന്റെ ഗൗരവം മനസ്സിലാക്കാൻ. വളരെ വ്യക്തമായി നമുക്കറിയാം, കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യർ 3:16 നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നെന്നും പറയുന്നു. യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്. എന്റെ ശ്രദ്ധ പഴയ നിയമത്തിലേക്ക് കടന്നുപോയി. പഴയ നിയമത്തിൽ ദൈവം വസിക്കാൻ ഒരു ആലയമുണ്ടാക്കി. ഇസ്രായേൽ മക്കളോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ വസിപ്പാൻ നിങ്ങൾ എനിക്കൊരു ആലയം ഉണ്ടാക്കണം. ദൈവം പറഞ്ഞു കൊടുത്തു എങ്ങനെ ഉണ്ടാക്കണം. അതാണ് സമാഗമന കൂടാരം, ടാബർനാക്കിൾ. നിങ്ങൾ നോക്കിക്കട്ടെ, ദൈവം വസിക്കുന്ന ആ മന്ദിരത്തിന് 3 ഭാഗമുണ്ട്. പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. കോർട്ട്, holy place and most holy place. Make me a sanctuary that may dwell in midst of you. ദൈവം വസിക്കുന്ന സാങ്ച്വറിക്ക് 3 പാർട്ടുണ്ട്. കോർട്ട്, holy place and most holy place. Today we are his dwelling place. We are the temple of God, and we also have 3 parts. Tripartite nature. One more thing, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു പാർട്ടൂടെ ഞാൻ എടുത്തോട്ടെ. ക്രിയേഷനെ കുറിച്ച് പറയുന്ന ഭാഗമാണ്. സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് അത് രസകരമായി കാണാൻ കഴിയും. ഞാനൊന്ന് പറയാം. സൃഷ്ടിച്ചു എന്ന പദം 3 പ്രാവശ്യമേ ജനസിസിൽ വരുന്നുള്ളൂ. ക്രിയേറ്റഡ് എന്ന വാക്ക് 3 പ്രാവശ്യമാണ് ജനസിസിൽ വരുന്നത്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. അത് വളരെ പ്രാധാന്യത അറിയിക്കുന്നു. ഒന്നാമതെന്ന് നോക്കിയാട്ടെ, 1:1 ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആകാശവും ഭൂമിയും, all the matter was created, and you don't find any matter created after this. രണ്ടാമതൊരു മാറ്റർ സൃഷ്ടിച്ചതായിട്ട് വായിക്കുന്നില്ല. ഇറ്റ് ഈസ് എ ക്രിയേഷൻ ഓഫ് മാറ്റർ. അവിടെ സൃഷ്ടിച്ചെന്ന വാക്ക് കാണുന്നുണ്ട്. 1-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം നോക്കിയാട്ടെ, വേഴ്സസ് 21. ദൈവം വലിയ തിമിംഗലങ്ങളെയും വെള്ളത്തിൽ കൂട്ടമായി ജനിച്ച് ചലിക്കുന്ന അതാത് ജീവജന്തുക്കളെയും അതാത് പറവജാതികളെ സൃഷ്ടിച്ചു. രണ്ടാമത് ഇവിടെ പറയുന്നു സൃഷ്ടിച്ചു എന്ന്. Everything that has a soul, every created beings living. ആദ്യം ദൈവം മാറ്റർ സൃഷ്ടിച്ചു. രണ്ടാമത് ദൈവം സോളിനെ ഉള്ളതിനെ എല്ലാം സൃഷ്ടിച്ചു, ദേഹി ഉള്ളതിനെ സൃഷ്ടിച്ചു. മൂന്നാമത് 2-ാം അധ്യായം എന്ന് എടുത്താട്ടെ, ചാപ്റ്റർ 2 and verses 20 1 and verses 27. I am sorry, chapter 1 and verses 27. ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. Third is God created man in his own image. അവിടെ നോക്കിയാട്ടെ, ഈ മനുഷ്യന്റെ സൃഷ്ടിയെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ കിട്ടുന്നു. മണ്ണുകൊണ്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. മണ്ണുകൊണ്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം,
യഹോവയെ ദൈവം നിലത്തിലെ പൊടി കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ച് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ബ്രദേഴ്സ്, ലുക്ക് അറ്റ് ദാറ്റ്. സൃഷ്ടിച്ചു എന്ന് ആദ്യം പറയുന്നത് God created all the matters, and you don't find, God creating matters after that. Second, ചലിക്കുന്ന സകല ജീവജാലങ്ങളെ സൃഷ്ടിച്ചു. Everything that has a soul. മൂന്ന്, മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുന്നു. മനുഷ്യന്റെ സൃഷ്ടി, it was different from all other creation. മറ്റെല്ലാ സൃഷ്ടികളെയും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടാകുകയാണ്. എന്നാൽ മനുഷ്യനെ മാത്രം മണ്ണുകൊണ്ട് ദൈവകരം സൃഷ്ടിച്ചിട്ട് അവന്റെ മൂക്കിൽ അവന്റെ ജീവശ്വാസം ഊതുകയാണ്. Man became a living soul. മനുഷ്യൻ ജീവനുള്ള ദേഹിയായി മാറി. ആ വാക്ക് നോക്കട്ടെ, അതിന്റെ അർത്ഥം നമുക്ക് ചിന്തിക്കാം. ഒരു ഹീബ്രു റൈറ്റർ, ഹീബ്രു ഹിസ്റ്റോറിയൻ, ഞാൻ ആ ബുക്ക് മേടിക്കുന്നത് ഹിസ്റ്ററി ഓഫ് ദ ജ്യൂസ് എന്ന് പറഞ്ഞ ഒരു യഹൂദന്റെ പുസ്തകശാലയിൽ ന്യൂയോർക്കിൽ നിന്ന് മേടിച്ചതാ. വലിയൊരു ബുക്കാണ്. ഞാൻ അത് മുഴുവൻ ഇരുന്ന് വായിച്ചപ്പോൾ അദ്ദേഹം ഈ ക്രിയേഷനെ കുറിച്ച് രേഖപ്പെടുത്തിയപ്പോൾ ഈ ഭാഗം അദ്ദേഹം എഴുതിയിരിക്കുന്നത് എനിക്ക് രസകരമായി തോന്നി. ആ ജൂയിഷ് ഹിസ്റ്റോറിയൻ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്നുള്ളത്. അദ്ദേഹം പറയുന്നു, ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ലേറ്റഡ് ടു മാൻ ബിക്കേം എ സ്പീക്കിംഗ് സോൾ. മനുഷ്യൻ സംസാരിക്കുന്ന ദേഹിയായി. And man is the only created being in the universe that can communicate like this. അവന് ദൈവത്തോട് സംസാരിക്കാം, ദൈവത്തിന് അവനോട് സംസാരിക്കാം, മനുഷ്യൻ അന്യോന്യം സംസാരിക്കാം. Man is different because he has a spirit inside. ഇനി നമ്മൾ അതിന്റെ ഗൗരവത്തിലേക്ക് വരികയാണ്. ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും, ഒരു പുരുഷനും സ്ത്രീക്കും ഒരു കുഞ്ഞിനെ സൃഷ്ടിക്കാൻ കഴിയും. അവരുടെ ആ മാതാവിന്റെ ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞ് ഉരുവാകുന്നു. പക്ഷെ നിങ്ങൾക്കറിയാമോ, മൂന്നാമതൊരു വ്യക്തി അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു ഹസ്ബൻഡും വൈഫും മാത്രമല്ല. ആ വാക്യം ഞാനൊന്ന് എടുക്കാം. സക്രിയ പ്രവചനം 12-ാം അധ്യായം. എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു വാക്യമാണ്. സക്രിയ പ്രവചനം 12-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ദൈവം ആരാണെന്ന് പറയുന്ന ഒരു വാക്കാണ്. God is introducing himself. പ്രവാചകം ഇസ്രായേലിനെ കുറിച്ചുള്ള യഹോവയുടെ അരുളപ്പാട്. ആകാശം വിരിക്കുകയും ഭൂമിയുടെ അടിസ്ഥാനമിടുകയും മനുഷ്യന്റെ ആത്മാവിനെ അവന്റെ ഉള്ളിൽ നിർമ്മിക്കുകയും ചെയ്തിരിക്കുന്ന യഹോവയുടെ അരുളപ്പാട്. ഓ വണ്ടർഫുൾ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ആകാശം വിരിക്കുന്നത് ചെറിയൊരു കാര്യമല്ല, ഭൂമിക്ക് അടിസ്ഥാനമിട്ടത് ചെറിയൊരു കാര്യമല്ല. ആകാശഭൂമികൾ സൃഷ്ടിച്ച പോലെയാണ് മനുഷ്യന്റെ ഉള്ളിൽ അവന്റെ ആത്മാവിനെ നിർമ്മിക്കുന്നത്. And who is doing it? This verse very clearly teaches, when a child is born in the womb of a mother, keep it in mind, God is also involved there, creating the spirit inside the man. Yes, brothers and sisters, this is exactly what the scripture teaches. അതുകൊണ്ടാണ് ഹീബ്രൂസ് ചാപ്റ്റർ 12 verses 9 ദൈവത്തിന് ഒരു പേര് കൊടുത്തിട്ടുണ്ട്. ആ പേര് നമുക്കൊന്ന് നോക്കാം. ഹീബ്രൂസ് ചാപ്റ്റർ 12, ഹീബ്രൂസ് ചാപ്റ്റർ 12 and verses 9. ദൈവത്തിന് എന്തിനാ പേര് കൊടുത്തതെന്ന് ഇപ്പം മനസ്സിലാവും. ഹീബ്രൂസ് ചാപ്റ്റർ 12 and verses 9. നമ്മുടെ ജഡസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവനെ വണങ്ങിപ്പോന്നുവല്ലോ. ആത്മാക്കളുടെ പിതാവിന് ഏറ്റവും അധികം കീഴടങ്ങിയിരിക്കേണ്ടതല്ലേ. ആത്മാക്കളുടെ പിതാവ്, ഫാദർ ഓഫ് ദ സ്പിരിറ്റ്. He is the father of the spirit. He is the one who creates spirit in man. ഞാനൊരു ദൈവ സൃഷ്ടിയുടെ മഹത്വപൂർണമായ ഒരു സൃഷ്ടിയാണ്. എന്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ എന്റെ മാതാപിതാക്കളാൽ ഞാൻ ഉരുവായപ്പോൾ തിരുവചനത്തിൽ വായിക്കുന്നു, ആത്മാക്കളുടെ പിതാവ് എന്റെ ഉള്ളിൽ ആത്മാവിനെ നൽകി. എന്താണ് ഈ ആത്മാവ്? എന്താണ് ദേഹി? വാട്ട് ഈസ് എ സോൾ ആൻഡ് വാട്ട് ഈസ് എ സ്പിരിറ്റ്? നമ്മൾ കണ്ടു, മൃഗങ്ങൾക്കും സോളുണ്ട്. ബട്ട് മാൻ ഈസ് സോ ഡിഫറെന്റ് ഫ്രം ആനിമൽസ്. മാൻ ഈസ് എ മോറൽ ബീയിങ്. മൃഗത്തിന് അമ്മയെന്നോ പെങ്ങളെന്നോ മക്കളെന്നോ ഒന്നും ചിന്തയില്ല.
They are not, spiritual being. ഒരു മൃഗവും ഒരു കുരിശും തൊട്ടിയിൽ അവിടെ പോയി പ്രാർത്ഥിക്കുന്ന കണ്ടിട്ടില്ലേ? ഒരു മൃഗവും ഒരു ദേവാലയത്തിൽ ചെന്ന് പ്രാർത്ഥിക്കാറില്ല. But every man around the globe in any time of the history, they are always thinking about God. What is the reason? The Spirit of God is inside him. ഈ Spirit of God ന്റെ വർക്ക് എന്താണ്? ഒന്ന് രണ്ട് വാക്യം ഞാനൊന്ന് വായിച്ചോട്ടെ. നമ്മളെ പഠനത്തിന്റെ ഏറ്റവും കേന്ദ്ര ഭാഗത്തിലേക്ക് വരികയാണ്. What is the Spirit? Let us turn to Job chapter 32. യോബിന്റെ പുസ്തകം 32-ാം അധ്യായം ഒന്ന് എടുക്കാം. എന്നെ കേൾക്കുന്ന എല്ലാവരും ആ ഭാഗം ഒന്ന് ശ്രദ്ധിക്കുക. ഞാനും നിങ്ങളും എത്ര വിലപ്പെട്ടവരാണ്. My personality is so precious. യോബിന്റെ പുസ്തകം 32-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം നോക്കിയാട്ടെ. എന്നാൽ മനുഷ്യരിൽ ആത്മാവുണ്ടല്ലോ, സർവശക്തന്റെ ശ്വാസം അവർക്ക് വിവേകം നൽകുന്നു. Brothers and sisters, underline that verse. There is a spirit in man, and the breath of the Almighty gives him understanding. Yes, since there is a spirit in me that is created by God, I am different from animals. ചില ആളുകളെ കുറിച്ച് പറയത്തില്ലേ, വളരെ മോശമായിട്ട് അവനൊരു മൃഗമാണെന്ന് ചിലരെ കുറിച്ച് പറയാറുണ്ട്. What is the reason? You don't find any evidence of the spirit inside him. നമ്മള് ഒന്ന് ശ്രദ്ധിക്കുക. ഞാനൊരു 5 മിനിറ്റ് കൊണ്ട് നിർത്തിക്കോളാം, എന്റെ സമയം തീർന്നിരിക്കുകയാണ്. നോക്കുക, ദൈവത്തിന്റെ വചനത്തിൽ നോക്കുക, മനുഷ്യന്റെ ഉള്ളിൽ ദൈവം നൽകിയ ആത്മാവുണ്ടല്ലോ, ആ ആത്മാവാണ് മനുഷ്യന് അണ്ടർസ്റ്റാൻഡിങ് കൊടുക്കുന്നത്. Whereas animals have soul and they don't have understanding. We have a spirit and we have understanding. The breath of the Almighty gives us understanding. മറ്റൊരു വാക്യം എന്നെടുത്ത് Proverbs chapter 20, സദൃശവാക്യം 20. Again, that teaches us the importance of the spirit in us. Proverbs chapter 20 and verses 27. 20 and 27. മനുഷ്യന്റെ ആത്മാവ് യഹോവയുടെ ദീപം, അത് ഉദരത്തിന്റെ അറകളെയൊക്കെയും ശോധന ചെയ്യുന്നു. The spirit of man is the candle of the Lord, searching all inward parts of his belly. Not only the Spirit of God gives him understanding, it searches his inside belly, his consciousness. Yes, brothers, what a wonder it is. We are very responsible before God because the Spirit of God is inside us. ഞാൻ ഈ ഭാഗം പഠിച്ചപ്പോൾ ഞാൻ ഇംഗ്ലീഷ് ബൈബിളിലൂടെ ഓർത്തു വെച്ചിട്ടുണ്ട്. ഞാൻ സാധാരണ ബൈബിൾ സ്റ്റഡി നടത്തുമ്പോൾ ഓൾവേസ് there will be an English Bible and a മലയാളം ബൈബിൾ. ഒരുപാട് ആശയങ്ങളുടെ അർത്ഥങ്ങൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും ഇംഗ്ലീഷ് ബൈബിളിൽ. ഫോർ എക്സാമ്പിൾ, നോക്കുക, മനുഷ്യനിലുള്ള ആത്മാവല്ല പരിശുദ്ധാത്മാവ്. റോമലേഖനം 8-ാം അധ്യായം എടുത്താട്ടെ, ഞാനത് കാണിച്ചു തരാൻ പോവുകയാണ്. We have only few more minutes. Romans chapter 8 and verses 16. നാം ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് കൂടെ സാക്ഷ്യം പറയുന്നു. മലയാളത്തിൽ വായിക്കുമ്പോൾ 2 ആത്മാവെന്ന് തോന്നും. നിങ്ങളുടെ ഇംഗ്ലീഷ് ബൈബിൾ ഉണ്ടെങ്കിൽ ഒന്ന് ഓർത്തു നോക്കിയേ. The spirit itself beareth witness with our spirit. Our spirit എന്നുള്ളത് സ്മോളസ് ആണ്. ശ്രദ്ധിച്ചോ, അവർ സ്പിരിറ്റ് എന്നുള്ളത് സ്മോളസും പരിശുദ്ധാത്മാവിനെ ചൂണ്ടിക്കാണിക്കുന്ന സ്പിരിറ്റ് ക്യാപിറ്റലസുമാണ്. ആ റോമൻസ് 8:16 the spirit capitalus itself beareth witness our spirit smallest. എത്ര വ്യക്തമായിട്ട് അത് കാണാൻ സാധിക്കുന്നു. എന്നിലുള്ള ആത്മാവുണ്ടല്ലോ, എന്റെ ആത്മാവിനോട് ഞാനൊരു ദൈവഹിതലാണെന്ന് രക്ഷിക്കപ്പെട്ട എന്നിൽ ആത്മാവ് കടന്നു വരുമ്പോൾ ആത്മാവെന്നോട് സാക്ഷ്യം പറയും. The spirit of man is the
ഈസ് ദ സ്പിയർ ഓഫ് ഗോഡ് കോൺഷ്യസ്. ഞാൻ ടൈമിന്റെ ഇതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. വി വിൽ ജസ്റ്റ് കണ്ടിന്യൂ ദിസ് ടോപ്പിക്, ബട്ട് ലെറ്റ് മീ ജസ്റ്റ് കൺക്ലൂഡ്. വി ഹാവ് എ ബോഡി. നമുക്കൊരു ശരീരമുണ്ട്. പഞ്ചേന്ദ്രിയങ്ങൾ, 5 senses we have. We are dealing with the surrounding with our body. നമ്മുടെ ശരീരം കൊണ്ട്, പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ലോകത്തുള്ളതിനെയൊക്കെ നമ്മൾ അനുഭവിക്കുന്നു. ഈ ശരീരത്തിന്റെ ഉള്ളിൽ ഒരു സോളുണ്ട്, ഒരു ദേഹിയുണ്ട്. ഈ ദേഹിയാണ് തീരുമാനമെടുക്കുന്നത്. അവർ വിൽ ഒക്കെ ഉള്ളത് ഈ സോളിലാണ്. The soul is the faculty that thinks, feels, decides. But നമ്മുടെ ഉള്ളിൽ ഒരു ആത്മാവുണ്ട്. ആ ആത്മാവ് നമ്മൾ ഓർത്തതുപോലെ ഇറ്റ് ഈസ് ദ പാർട്ട് ദാറ്റ് ഗിവ്സ് us, നമുക്ക് വിവേകം തരുന്നതും നമ്മളോട് തെറ്റും ശരിയും മനസ്സിലാക്കി തരുന്നതും നമ്മുടെ ഉള്ളിലെ ആത്മാവാണ്. ദൈവമാണ് ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ സൃഷ്ടിച്ചത്. ഞാൻ എടുക്കാം, പാപം ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? പക്ഷേ രക്ഷിക്കപ്പെട്ട നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ട്. ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. മാത്രമല്ല, നമുക്ക് എത്ര വലിയ ഉറപ്പാണ് ഞാനൊരു ദൈവവേദനാണെന്ന്. ഞാനിവിടെ നിർത്തുമ്പോൾ ഓർപ്പിക്കട്ടെ, എന്റെ ശരീരം വിശുദ്ധമായിരിക്കണം ദൈവത്തിന് ഉപയോഗിക്കാൻ. സ്തോത്രം. എന്റെ ദേഹി ഉണ്ടല്ലോ, സോള്, ഈ ലോകത്തിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ജീവിക്കാനല്ല. ഇറ്റ് ഷുഡ് ബി ട്രാൻസ്ഫോംഡ് ഡേ ബൈ ഡേ ബൈ ഗോഡ്സ് വേർഡ്. 3, എന്റെ സ്പിരിറ്റ് ഉണ്ടല്ലോ, ഐ നീഡ് എ സ്പിരിറ്റ് ദാറ്റ് ഈസ് എ ഗ്ലോ. അത് ജ്വലിക്കണം. എനിക്ക് ഉത്സാഹം വേണം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ.